ഒരിക്കലും മുങ്ങാത്ത കപ്പൽ. ടൈറ്റാനിക്കിന് ലോകത്തെ ആകർഷിക്കുവാൻ ഈ ഒരൊറ്റ വിശേഷണം മാത്രം മതിയായിരുന്നു. അന്നത്തെ എല്ലാ കപ്പലുകളും കൂടിച്ചേർന്നാലും ടൈറ്റാനിക്കിനെ കടത്തിവെട്ടുവാൻ പറ്റിയ ഒന്ന് ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1500ഓളം പേരുടെ ജീവൻ കടലെടുത്ത ടൈറ്റാനിക് ദുരന്തം ഇന്നും ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. ആ ദുരന്തത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കും ഇന്നും കടലിൽ ആഴ്ന്നു കിടക്കുന്ന ടൈറ്റാനിക്കിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. ഇന്നത്തെ പോലെ യാത്രാ വിമാനങ്ങൾ അന്ന് രംഗത്തെത്തിയിട്ടില്ല. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കപ്പൽ തന്നെ ശരണം. കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തലപുകഞ്ഞാലോചിക്കുന്ന കാലം. അതിന്റെ ഭാഗമായാണ് അന്നത്തെ കാലത്തെ ആഡംബരത്തിന്റെ പര്യായമായി ടൈറ്റാനിക് എന്നൊരു കപ്പൽ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനി നിർമ്മിക്കുന്നത്. 1908 ഏപ്രിലിലാണ് ടൈറ്റാനിക് എന്ന പേര് പരസ്യമായി പ്രഖ്യാപിച്ചത്. 1909 മാർച്ച് 31 കപ്പലിന്റെ നിർമ്മാണം തുടങ്ങി. വടക്കൻ അയർലൻഡിലുള്ള ഹർലൻഡ് ആൻഡ് വോൾഫ് എന്ന കപ്പൽ നിർമ്മാണ കമ്പനിക്കായിരുന്നു ടൈറ്റാനിക് നിർമ്മിക്കാനുള്ള ദൗത്യം. 1911 മാർച്ച് 31 കപ്പൽ പുറത്തിറങ്ങിയതായി കമ്പനി പ്രഖ്യാപിച്ചു. 882 അടിയോളം, ഏകദേശം 269 മീറ്റർ നീളവും 92 അടി, ഏകദേശം 28 മീറ്റർ വീതിയുമുള്ളതായിരുന്നു ടൈറ്റാനിക്. കൂടാതെ 175 അടിയോളം, അതായത് 54 മീറ്റർ ഉയരവും ഇതിനുണ്ടായിരുന്നു. ഏകദേശം 20 ബസ്സുകൾ വരിവരിയായി നിർത്തിയിട്ടാലുള്ള അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം. 3547 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്ര വലുതായിരുന്നു ടൈറ്റാനിക്. പതുക്കെ പതുക്കെ ടൈറ്റാനിക്കിന്റെ കീർത്തി നാടെങ്ങും പരന്നു. ടൈറ്റാനിക് നിർമ്മിച്ച വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഉടമയായിരുന്നു JP മോർഗൻ. 1902 മോർഗൻ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി വാങ്ങുന്നത്. ടൈറ്റാനിക്കിലെ യാത്രയ്ക്ക് മോർഗനും ഒരു സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ബിസിനസ് തിരക്കുകൾ കാരണം അവസാന നിമിഷം അദ്ദേഹം യാത്ര റദ്ദാക്കുകയായിരുന്നു. ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ തുറമുഖമായ സതാപ്ടണിൽ നിന്നും പുറപ്പെടുമെന്നായിരുന്നു പ്രഖ്യാപനം. യാത്രയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുമ്പോഴും ടൈറ്റാനിക്കിന്റെ പണികൾ തീർന്നിരുന്നില്ല. ഒരു വശത്ത് ലഗേജുകളും മറ്റും കയറ്റുമ്പോൾ കപ്പലിന്റെ അടിത്തട്ടിൽ മരപ്പണിക്കാരും പെയിന്റർമാരുമെല്ലാം രാപ്പകലില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു. പല ഭാഗത്തും നേരിയ തീപ്പൊരികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ധൃതിയിൽ പരിഹരിച്ച് കപ്പൽ യാത്രക്ക് തയ്യാറെടുത്തു. ഖനി സമരത്തെ തുടർന്ന് കൽക്കരിക്ക് കനത്ത ക്ഷാമമുള്ള കാലമായിരുന്നു അത്. മറ്റു പല കപ്പലുകളും തങ്ങളുടെ യാത്ര മാറ്റി ടൈറ്റാനിക്കിന് കൽക്കരി കൈമാറി. മൊത്തം 5892 ടൺ കൽക്കരിയാണ് ടൈറ്റാനിക്കിൽ നിറച്ചത്. ഒരു ദിവസത്തെ യാത്രയ്ക്ക് മാത്രം 690 ടൺ കൽക്കരി വേണമായിരുന്നു. ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായി നിയോഗിച്ചത് മില്യണേഴ്സ് ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന EJ സ്മിത്തിനെയായിരുന്നു. ടൈറ്റാനിക്കിന്റെ കന്നിയാത്രയ്ക്ക് ശേഷം അദ്ദേഹം വിരമിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് സംഭവിച്ചില്ല. ഏതൊരു യാത്രാ കപ്പലിലോ വിമാനത്തിലോ ട്രെയിനിലോ ഉള്ള പോലെയായിരുന്നു ടൈറ്റാനിക്കിലെ യാത്രക്കാരും. അവരിൽ കോടീശ്വരന്മാർ, വ്യാപാരികൾ, സഞ്ചാരപ്രിയർ, സാധാരണക്കാർ, കൃഷിക്കാർ, അധ്യാപകർ, കുടിയേറ്റക്കാർ, പാവങ്ങൾ, അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുമായി മൊത്തം 2228 പേരാണ് കന്നിയാത്രയിൽ കപ്പലിലുണ്ടായിരുന്നത്. 3547 പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ 1319 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. തേർഡ് ക്ലാസ്സിലെ യാത്രക്കാരിൽ ഏറെ പേരും ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കാൻഡിനേവിയേഷൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ചു യാത്ര ചെയ്തവരായിരുന്നു. ടൈറ്റാനിക്കിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലായിരുന്നു എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. 3547 പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ മൊത്തം 20 ലൈഫ് ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിൽ കയറിയതാകട്ടെ 2228 പേരും. ഒരുപക്ഷെ കപ്പൽ മുങ്ങില്ല എന്ന ആത്മവിശ്വാസം കൊണ്ടാകാം ആവശ്യത്തിന് ലൈഫ് ബോട്ടുകളില്ലാതെ കപ്പിത്താനും ജീവനക്കാരും യാത്രക്ക് തയ്യാറായത്. ഏപ്രിൽ 14 രാത്രി 11:40 കപ്പലിന്റെ യാത്ര തുടങ്ങി 5-ാം ദിവസമായിരുന്നു അത്. അവ്യക്തമായ മൂടൽമഞ്ഞായിരുന്നു അന്ന് രാത്രി ടൈറ്റാനിക്കിനെ കാത്തിരുന്നത്. പെട്ടെന്നാണ് ഒരു മഞ്ഞുമലയുടെ അറ്റം ടൈറ്റാനിക്കിന്റെ അടിഭാഗത്ത് തുളച്ചു കയറിയത്. അത് കപ്പലിന്റെ അടിത്തട്ടിൽ 3000 അടി നീളത്തിൽ കീറലുണ്ടാക്കി.
വെള്ളം കയറാത്ത 16 അറകളുള്ള ചട്ടക്കൂടിലെ 5 അറകൾ തകർന്നു കഴിഞ്ഞു. 6ാമത്തേതും തകരാനൊരുങ്ങുന്നു. ഇതിൽ 4 തകർന്നാലും കപ്പലിന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. 5 അറകളിലേക്കും പക്ഷേ വെള്ളം കുത്തിയൊഴുകുകയാണ്. ഓരോ അറയിലേക്കും വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്നും 14 അടി ഉയരത്തിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കപ്പലിന്റെ അണിയം ഭാഗം താഴ്ന്നു തുടങ്ങി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു. ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിലും വിശ്വാസമുള്ളത് കപ്പലിനെയായിരുന്നു. പല സ്ത്രീകളും ഭർത്താക്കന്മാരെ പിരിയാൻ തയ്യാറല്ലായിരുന്നു. ചിലരെ ഭർത്താക്കന്മാർ നിർബന്ധിച്ച് ബോട്ടിൽ കയറ്റി. ചിലർ ബോട്ടിൽ കയറാതെ ഭർത്താവിനൊപ്പം കപ്പലിൽ തന്നെ നിന്നു. കപ്പലിലുള്ള മുഴുവൻ പേർക്കും രക്ഷപ്പെടാൻ മാത്രം ലൈഫ് ബോട്ടുകൾ ഇല്ലായിരുന്നു എന്ന് മുൻപേ പറഞ്ഞല്ലോ. എന്നാൽ ബോട്ടുകളിൽ ഇത്രയും പേരും കയറിയില്ല. കപ്പൽ തന്നെ സുരക്ഷിതമെന്ന് കരുതിയതായിരുന്നു ഒരു കാരണം. മറ്റൊന്ന്, ബോട്ടിൽ കയറിപ്പറ്റിയവർ ബോട്ട് നിറഞ്ഞതായി തെറ്റിദ്ധരിപ്പിച്ചു. മൊത്തം 705 പേരെ മാത്രമേ ലൈഫ് ബോട്ടുകളിൽ കയറ്റാൻ കഴിഞ്ഞിരുന്നുള്ളൂ അത്രേ. ലൈഫ് ബോട്ടുകൾ ഒന്നൊന്നായി നീങ്ങി തുടങ്ങി. അപ്പോഴേക്കും വയർലെസ് റൂമിൽ നിന്ന് സഹായ സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. അധികം അകലെയല്ലാതെ കാലിഫോർണിയൻ എന്ന കപ്പലുണ്ടെങ്കിലും അവർ വയർലെസ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പോയതിനാൽ ഒന്നും അറിഞ്ഞില്ല. പുലർച്ചെ 1:55. 18ാമത്തെ ലൈഫ് ബോട്ട് 15 അടി താഴ്ത്തിയപ്പോഴേക്കും കടലിലെത്തി. കടൽ നിരപ്പിൽ നിന്ന് കപ്പൽ തട്ടിലേക്കുള്ള ഉയരം 60 അടിയായിരുന്നു. കപ്പൽ അത്രമാത്രം മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമയം പുലർച്ചെ 2:05. 19ാമത്തെ ലൈഫ് ബോട്ടും കടലിലിറങ്ങി കപ്പൽ ജീവനക്കാരുടെ ദൗത്യം കഴിഞ്ഞെന്നും ഇനി സ്വയം രക്ഷപ്പെടാനുള്ള വഴി തേടാമെന്നും കപ്പിത്താൻ പറഞ്ഞു. അവസാനമായി സമയം 2:17. അവസാന ശ്വാസമെടുക്കാനെന്ന പോലെ കപ്പലിന്റെ അമരഭാഗം ഒന്ന് നിവർന്നു. കപ്പൽ 2ആയി പിളർന്നു. പിന്നെ അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിലേക്ക് ടൈറ്റാനിക് ഊളിയിട്ടിറങ്ങി.